നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഗാർഡനിൽ തന്നെയാണ്. ഞാനും വിനോദനും കൂടി രാവിലെ പോയിട്ട് കുറച്ച് ബൊഗെയിൻവില്ലയുടെ കളക്ഷൻസ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും പിന്നെ തീർന്നതും ഒക്കെ ആയിട്ട് കുറേ എടുത്തിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കണക്കുകൾ നമ്മൾ വന്നതിന് ശേഷം എല്ലാം എത്ര എണ്ണ ഉണ്ട് എല്ലാം എണ്ണിയൊക്കെ നോക്കണം. അതെല്ലാം എടുത്ത് മാറ്റിയും വെക്കണം, ഓരോന്നായിട്ട് തിരിച്ചൊക്കെ വെക്കണം. അപ്പോൾ അതെല്ലാം ഞങ്ങൾ നോക്കി ഇതെല്ലാം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നല്ല കളറിലുള്ള ചെടികളും ഒക്കെ ഉണ്ട്. ഒരുപാട് ബൊഗെയിൻവില്ലയുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഏരിയയിൽ, നമ്മുടെ ചങ്ങനാശ്ശേരി ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ബൊഗെയിൻവില്ല അവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ എല്ലാം കളക്ഷൻസ് എല്ലാം അവിടെ കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോൾ അത് കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടി ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് പോട്ട് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ നഴ്സറിയിലേക്കുള്ള പോട്ടും എടുക്കുന്നത്. അപ്പം എനിക്ക് വേണ്ടതും ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പണ്ടത്തെ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വന്ന് പോട്ട് മേടിച്ചിട്ട് പോകുന്നതൊക്കെ. അപ്പം ഞാൻ സ്ഥിരം ഇവിടെ തന്നെ വന്നാണ് എൻ്റെ പോട്ടെല്ലാം മേടിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് അവിടെ കടയിലേക്ക് ബൊഗെയിൻവില്ല മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് വീട്ടിലേക്കും കൂടെ കുറച്ച് ഒരു 7 ബൊഗെയിൻവില്ല പല കളറിലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടാനായിട്ട് എൻ്റെ കയ്യിൽ പോട്ടില്ല. അപ്പോൾ അതെടുക്കാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് 10 ബൊഗെയിൻവില്ല മേടിച്ചത്. അപ്പോൾ അതിൽ ഒരെണ്ണം പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നട്ടു വെക്കണം. എന്തായാലും അതിനിപ്പോൾ നഴ്സറിയിലോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതും ഞാൻ തന്നെ എടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ഇത് നടാനായിട്ടുള്ള പോട്ട് മേടിക്കാനായിട്ട് ഞാനും അച്ഛനും കൂടെ വന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഈ റോഡിൻ്റെ ഒരു ഭംഗി എന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പോൾ തിരിച്ച് വന്നപ്പോഴാണ് എടുത്തത്. നല്ല തിരക്കായിരുന്നു റോഡിൽ. ഇത് NSSൻ്റെ ആസ്ഥാനമാണ്, ചങ്ങനാശ്ശേരി പെരുന്നാൾ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടുത്തെ കോളേജിൽ ആണ് വിനോദൻ പഠിച്ചത്. അപ്പോൾ വീട്ടിൽ നടന്നു വരാനുള്ളൊരു ദൂരമേ ഉള്ളൂ വിനോദനെ. അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോയിരുന്നു. ഇതിൻ്റെ അപ്പുറം ഇപ്പുറേ കൂടെ ഒക്കെ വഴിയുണ്ട്. അപ്പം തിരിച്ച് ഞങ്ങൾ അതുവഴി തന്നെ ഇങ്ങോട്ട് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ തിരിച്ചു പോയിരുന്നു. അന്നേരം ഇനി അവന് കുറച്ച് 4 മണി പലഹാരം മേടിക്കാം, എന്തെങ്കിലും ഏത്തയ്ക്കാപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നത്. അപ്പോൾ ഇതും ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അക്കായുടെ കട തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇത് ബൈപ്പാസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡാണ്. മറ്റേത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കോളേജ് വരുന്നത്. അപ്പം ഇതാണ് ഞാൻ വീട്ടിൽ നിന്ന് കാണിക്കുന്നത്. അമ്പലം കാണാമെന്ന് തോന്നുന്നു വീഡിയോയിൽ. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അമ്പലം. ഞാൻ എപ്പോഴും കാണിക്കാറില്ല, എൻ്റെ മുറിയിൽ നിന്ന് നേരെ കാണുന്നത് അമ്പലമാണെന്ന്. ആ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയുള്ള ബാക്കി മേടിച്ചുകൊണ്ട് വന്നത് മുഴുവൻ വെളിയിറക്കി വെക്കണമല്ലോ. അപ്പോൾ ഇവനുള്ളപ്പോഴാകുമ്പം പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനോട് തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ സൈഡിൽ ഇരിക്കുന്നത് ഞാൻ ഇത് രാവിലെ പോയി മേടിച്ച ബൊഗെയിൻവില്ലയല്ല. അപ്പോൾ അതെല്ലാം ഇവിടെ സൈഡിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിന് നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിലേ ഇതിന് പൂക്കൾ വരുള്ളൂ. അപ്പം ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവച്ചു. പിന്നെ ഇനിയിപ്പം ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടിലോട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി. എൻ്റെ ഫ്രണ്ടിലാണ് എനിക്ക് കൂടുതലും എലിശല്യം ഉള്ളത്. അപ്പം ഇവിടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് അത്ര പ്രശ്നമില്ല. ഉണ്ട്, എന്നാലും വലിയ ശല്യമില്ല ഈ ഒരു ഭാഗത്ത്. അത് കാരണം ഇവിടെ ഈ സൈഡിലായിട്ട് 2 പൂച്ചകളുണ്ട്. പുറത്ത് എൻ്റെ വീട്ടിലെ തന്നെ പുറത്ത് ഉള്ള 2 പൂച്ചയാണ്. അവർ രണ്ടുപേരും ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് കിടന്ന് കറങ്ങുന്നത്. അത് കാരണം ഇങ്ങോട്ട് അധികം എലിയുടെ ശല്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചത്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ചെടി നടയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഇന്നിപ്പോൾ ഈ പോട്ടെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇത്രയും പോട്ടും ഇത്രയും ചെടികളും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അവൻ എന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് ഈ ചെയ്യുന്നതൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഇവനോട് തന്നെ പറയണം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ, കാരണം മണ്ണും എല്ലാം എടുക്കണമല്ലോ. ഇതെല്ലാം ഇനി പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കണം. ഇത്രയും ചെടിച്ചട്ടികൾ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് എല്ലാം നിറയ്ക്കാനുള്ളത് എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ അവനോട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ ഓരോന്ന് കളറും എല്ലാം കൂടിയായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.